തിരിച്ചെത്താം. സംസ്ഥാനത്ത് എല്ലാ ബൂത്തുകളിലും തന്നെ വോട്ടർമാരുടെ നീണ്ട നിര രാവിലെ തന്നെ രൂപപ്പെട്ടെടുക്കുന്നു. 20 മണ്ഡലങ്ങളിലും അതിശക്തമായ പ്രചരണമാണ് മൂന്ന് മുന്നണികളിലും നടത്തിയത്. വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ മൂന്ന് മുന്നണികളും മത്സരിക്കുമ്പോൾ രാവിലെ തന്നെ പലയിടങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിര, സ്ത്രീ വോട്ടർമാരടക്കം ക്യൂവിൽ ഇടം നേടിയിട്ടുണ്ട്. പലയിടത്തും വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായ പ്രശ്നങ്ങൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അത് പരിഹരിച്ച് വരികയാണെന്നും വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഒരു മണിക്കൂറോടടുക്കുകയാണ് പോളിംഗ് ആരംഭിച്ചിട്ട്. പലയിടങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും ചർച്ചയാക്കി. പൗരത്വ ഭേദഗതി നിയമം മുതൽ നേതാക്കളുടെ BJP-യിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് വരെ ഏറ്റവും അവസാനം EP ജയരാജനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദത്തിൽ എത്തി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് വിവാദ വിഷയങ്ങൾ. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ എങ്ങനെ വോട്ടർമാരെ സ്വാധീനിച്ചു എന്നുള്ള വിലയിരുത്തലിലേക്ക് നമുക്ക് പോകേണ്ടി വരും. എന്തായാലും പോളിംഗ് ശതമാനം അടിസ്ഥാനമാക്കി നമുക്കിപ്പോൾ പറയാൻ കഴിയില്ലെങ്കിലും വോട്ടർമാരുടെ ഈ ആദ്യ മണിക്കൂറിലെ പ്രതികരണം എന്താണ് സൂചിപ്പിക്കുന്നത്? ലബീഷ്, സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് കേരളം, പ്രത്യേകിച്ച് ഇന്ത്യയും എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഒന്നോ രണ്ടോ വിഷയങ്ങളിലായിരിക്കും, ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളായിരിക്കും നടക്കുക. എന്നാൽ ഇത്തവണ അതിൽ നിന്നെല്ലാം മാറി മറിഞ്ഞുകൊണ്ട് വ്യക്തിഹത്യ മുതൽ ആരോപണ പ്രത്യാരോപണങ്ങൾ വരെ ചൂടുപിടിച്ച ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും ഒപ്പം കേരളത്തിലുമൊക്കെ കാണാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ ഉള്ള ഒരു മുഴുവൻ നേതാക്കൾ, അതായത് ദേശീയ തലത്തിലുള്ള മുഴുവൻ നേതാക്കളെയും കേരളത്തിലേക്ക് കൊണ്ടുവരികയും അവർ വിവിധ പ്രചരണ പരിപാടികളിലും റോഡ് ഷോയിലുമൊക്കെ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മാത്രവുമല്ല, ഇന്ത്യ മുന്നണി NDAക്കെതിരെ ഇന്ത്യയിൽ മത്സരിക്കുമ്പോൾ കേരളത്തിൽ ഇന്ത്യ മുന്നണിയിലുള്ള രണ്ട് മുന്നണികൾ വേറിട്ട് നിന്നുകൊണ്ട് LDF UDFുമായി മത്സരിക്കുന്നൊരു കാഴ്ചയും നമുക്ക് സ്വാഭാവികമായി കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും നമുക്ക് രാവിലത്തെ ഒരു സ്ഥിതിഗതികൾ പരിശോധിക്കുകയാണെങ്കിൽ സാധാരണയിൽ നിന്നും, കാരണം കാലാവസ്ഥയുടെ ഒരു ചൂട്, ഒപ്പം തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതിൻ്റെ ഒരു പ്രത്യേകത ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക ബൂത്തുകളിലും അത്യാവശ്യം നല്ല തിരക്ക് കാണപ്പെടുന്നുണ്ട്. അത് ഏകദേശം ഇലക്ഷൻ കമ്മീഷൻ്റെ കൃത്യമായൊരു കണക്ക് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ആദ്യ മണിക്കൂറിലെ ഒരു എത്ര % വോട്ട് കിട്ടി അല്ലെങ്കിൽ വോട്ട് പോൾ ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത വരികയുള്ളൂ. അപ്പോൾ നമുക്ക് അതുപോലെ നേരത്തെ ലബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധിയായ വിഷയങ്ങൾ കടന്നുപോയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടിയായിരുന്നു കേരളം കണ്ടത്. പ്രത്യേകിച്ചും ആദ്യഘട്ടങ്ങളിൽ UDF സർക്കാരിനെതിരെ കനത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പ്രത്യേകിച്ചും സാമൂഹ്യക്ഷേമ പെൻഷൻ ഏകദേശം 7 മാസത്തോളം മുടങ്ങിയ സംഭവം, മാത്രവുമല്ല സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വൈകിയ സംഭവം, അങ്ങനെ തുടങ്ങി സാമ്പത്തിക പ്രശ്നം തുടങ്ങി നിരവധി വിഷയങ്ങൾ UDF ഉന്നയിച്ച് മുന്നോട്ട് വന്നെങ്കിൽ LDF ആകട്ടെ ആദ്യഘട്ടം മുതൽ തന്നെ ഒരു പ്രതിരോധത്തിലായിരുന്നെങ്കിലും പിന്നീട് അവർക്ക് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്തുകയും അതിൽ കോൺഗ്രസിൻ്റെ നിലപാട് വലിയ ചർച്ചയാക്കി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. അത്തരത്തിൽ വലിയ രീതിയിലെ പ്രചാരണ പരിപാടികൾ ആണ് നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു കൂടുതലും എല്ലാ ജില്ലകളിലെത്തുകയും ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ 3 യോഗങ്ങളിൽ വരെ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. അവരുടെ താരപ്രചാരകനും മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം പ്രധാനമായും ഊന്നി പറഞ്ഞത് ഈ പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത നിലപാടും അല്ലെങ്കിൽ LDF എടുത്ത നിലപാടും കോൺഗ്രസ് എടുത്ത നിലപാടും ഇവ തങ്ങളുള്ള ആ അന്തരം കൃത്യമായി പറഞ്ഞ് ഫലിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് കൃത്യമായും LDFിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു മുഖ്യമന്ത്രി പ്രചരണ വേദികളിലെല്ലാം പ്രസംഗിച്ചത്. UDF ആകട്ടെ അത് പ്രതിരോധിക്കുകയും അവർ പറയാനുള്ള സ്ഥലങ്ങളിൽ പറയും എന്ന് പറഞ്ഞു മാറുകയും ചെയ്തു. ഒപ്പം UDF ഒരേപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ആക്രമിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. അതേസമയം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വൈകി, അതായത് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകളിലേക്ക് എത്തിയപ്പോഴാണ് മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വരെ വന്നത്. LDFിൻ്റെ കൺവീനർ പോലും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടായിരുന്നു ചില പ്രചാരണങ്ങൾ ഉയർന്നു വന്നത്. അത് പ്രത്യേകിച്ചും BJP നേതാക്കന്മാരുടെ ഭാഗത്ത്. അതിന് അദ്ദേഹം ഇന്ന് മറുപടി പറയുകയും ചെയ്തു. BJP നേതാവിനെ പ്രകാശ്
പ്രകാശ് ജാവദേക്കറിനെ കണ്ടിട്ടുണ്ട്, അത് കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ ചർച്ച അദ്ദേഹവുമായി നടത്തിയിട്ടില്ല എന്നും അത് ഇത്തരത്തിൽ വരുന്ന പ്രചരണങ്ങൾ അസംബന്ധമാണെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്നലെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായ BJP സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ മൊബൈലിലൂടെ ഒരു മെസ്സേജ് കാണിച്ചിട്ട് ഇത് EP ജയരാജൻ്റെ മകൻ താങ്കൾക്ക് അയച്ച ഒരു മെസ്സേജാണെന്ന് പറഞ്ഞു. അതും ഇന്ന് EP തള്ളിപ്പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. കാരണം ഇവർ കണ്ടിരുന്നു, ഒരു വിവാഹത്തിൻ്റെ വേളയിലോ മറ്റോ കണ്ടിരുന്നു, അപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിലല്ലാതെ ഇവരുമായി ഫോണിൽ ഇതുവരെ ഒരു സംഭാഷണവും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഈ രണ്ട് ആരോപണങ്ങളെയും തള്ളിപ്പറയുകയായിരുന്നു. കൃത്യമായി നമുക്ക് മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ ഇതെല്ലാം തന്നെ അത്തരത്തിൽ വലിയ ചർച്ചകൾ അല്ലെങ്കിൽ തീപിടിപ്പിക്കുന്ന ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ പോയെങ്കിലും എന്നാൽ പിന്നീട് നമ്മൾ കേരളം കണ്ടതാണ്, ഒരു വിഷയം 1-2 ദിവസം അതിനപ്പുറത്തേക്ക് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നില്ല. സാധാരണഗതിയിൽ ആ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്ത് മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയായിരുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 1-2 വിഷയങ്ങളിൽ നിന്നെല്ലാം മാറി മറ്റു ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളും വിഷയങ്ങളും എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുമാത്രവുമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ഒരു കാഴ്ച, കേരളത്തിൽ പരമാവധി വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJP മുന്നോട്ട് പോയതും BJPയുടെ പ്രവർത്തനവും. അതുകൊണ്ട് തന്നെയാണ് 6 പ്രാവശ്യമാണ് അവരുടെ പ്രചാരകനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിലെത്തുകയും റോഡ് ഷോയിൽ പങ്കെടുക്കുകയും പ്രചാരണ പരിപാടികൾ പങ്കെടുക്കുകയൊക്കെ ചെയ്തതും. ഒപ്പം അവരുടെ ദേശീയ നേതാക്കൾ ഒട്ടുമിക്ക ദിവസവും കേരളത്തിൽ തമ്പടിച്ചിരുന്നുള്ളൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസും അത്തരത്തിൽ തന്നെയായിരുന്നു നീക്കങ്ങൾ നടത്തിയത്. കാരണം പലപ്പോഴും കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ പോലുള്ള മണ്ഡലങ്ങൾ അല്ലെങ്കിൽ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങൾ, മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഇവരുടെയൊക്കെ വോട്ടുകൾ പലപ്പോഴും UDFന് കൈത്താങ്ങായി മാറുന്ന നമ്മൾ കണ്ടിട്ടുള്ളത്. അത്തരത്തിൽ ആ വോട്ടിൽ ഒരിക്കലും വിള്ളൽ വീഴാതിരിക്കാൻ അല്ലെങ്കിൽ ആ വോട്ട് ഒരിക്കലും BJPക്കോ LDFലോ പോകാതിരിക്കുന്നതിന് വേണ്ടിയും അത് ശക്തമായി തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം അതിനുദാഹരണമാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തിയ റോഡ് ഷോ. പ്രിയങ്ക ഗാന്ധി തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദേശം 10 കിലോമീറ്റർ ദൈർഘ്യമേറിയ ഒരു റോഡ് ഷോ തന്നെയാണ് തിരുവനന്തപുരത്ത് കണ്ടത്. അത്തരത്തിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലുണ്ടായിരുന്നു, കൊല്ലത്തുണ്ടായിരുന്നു. അങ്ങനെ പരമാവധി കോൺഗ്രസ്സിന് കിട്ടുന്ന വോട്ടുകൾ അതേപടി പിടിച്ചു നിർത്തിക്കൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ആ വോട്ട് ഷെയർ മാറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കഠിനമായ അധ്വാനം കോൺഗ്രസും നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ മുന്നണികളും വിജയത്തിനപ്പുറത്തേക്ക് വേറൊന്നും ചിന്തിക്കാതെയുള്ള ഒരു പ്രവർത്തനം ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. LDFൻ്റെ കാര്യത്തിലായാലും UDFൻ്റെ കാര്യത്തിലായാലും NDAയുടെ കാര്യത്തിലായാലും. NDA മത്സരിക്കുന്ന അല്ലെങ്കിൽ BJPയും സഖ്യകക്ഷികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ അവരുടെ ദേശീയ നേതാക്കളെ എത്തിക്കുകയും ആ പ്രചരണ പരിപാടികൾ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, UDF പലപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ആളുകളിൽ എത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. അതിന് കൃത്യമായ ഒരു ഫലം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു അവർക്കുള്ളതും. ഒട്ടുമിക്ക ദിവസങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ ഓരോ പ്രശ്നങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കാണുകയും ഒപ്പം അവരുടെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ തന്നെ പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് കേരളത്തിലെത്തി മോദിക്കെതിരെ കനത്ത ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ദേശീയ നേതാക്കൾ മൊത്തമായും എത്തുകയും അവർ വിവിധ വേദികളിൽ സംസാരിക്കുകയും